തൃശ്ശൂരിലേക്ക് അവിടെ അതിതീവ്ര മഴ തുടരുകയാണ്. നഗരത്തിൽ ഉൾപ്പെടെ 2 മണിക്കൂറോളം കനത്ത മഴ തുടരുകയാണ്. പുത്തൂർ ഏഴാംകല്ലിൽ വീടുകളിലൊക്കെ വെള്ളം കയറിയെന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. അതിൻ്റെ ദൃശ്യം പ്രേക്ഷകർ ഇപ്പോൾ കാണാം. ചങ്ങരയ്യാറുള്ള നിരവധി വീടുകളിലും വെള്ളം കയറി. സൂരജ് സജി അപ്ഡേറ്റ് ചെയ്യും. സൂരജ് വെള്ളത്തിലായോ എന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് വെള്ളം എന്ന് വേറെ അർത്ഥമുണ്ടല്ലോ മലയാളിക്ക്. പറയൂ സൂരജ്, വെള്ളത്തിൽ തന്നെയാണല്ലേ? അപ്പം അതിന് പറ്റിയ കുപ്പായം അല്ല കേട്ടോ ഈ സൂരജിന്. പറയൂ സൂരജ്. നമ്മളിപ്പോൾ ഉള്ളത് ഈ നമ്മളുള്ളത് അശ്വിനി ആശുപത്രിക്ക് പുറകുവശത്താണ്. അശ്വിനി ആശുപത്രിക്ക് പുറകുവശത്ത് വീടുകളിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മഴക്കാലത്തടക്കം ഈ മേഖലയിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അന്നത് പരിഹരിക്കുന്നതിന് വേണ്ടി കോർപ്പറേഷൻ ഈ തോടിനടക്കം വീതി കൂട്ടിയതാണ്. പക്ഷേ തൃശ്ശൂരിൽ 7 മണിക്ക് തുടങ്ങിയ ശക്തമായ മഴയാണ് തൃശ്ശൂർ നഗരത്തിൽ. പക്ഷേ ആ മഴയ്ക്ക് ഇപ്പോഴും ഒരു ശമനം ഉണ്ടായിട്ടില്ല. ആ ദൃശ്യത്തിൽ കാണുന്നത് ഈ റോഡിന് നടുവിൽ നമ്മൾ വയ്ക്കുന്ന ബാരിക്കേഡ് ഒഴുകി വരുന്നതാണ്. ആ ദൃശ്യത്തിൽ നമുക്ക് കാണാം. ആ ഒഴുകി വരുന്നത് റോഡിന് നടുവിൽ സുരക്ഷാ വേലിക്കായി വച്ചിരിക്കുന്ന ബാരിക്കേഡ് അതെല്ലാം തന്നെ ഒഴുകി ഇപ്പോൾ ഉള്ള ഇടറോട്ടിലേക്ക് ഒഴുകി വരുന്നു. അപ്പോൾ എത്രമാത്രം വലിയ വെള്ളക്കെട്ടാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ് ആ ദൃശ്യം എന്ന് പറയുന്നത്. നിരവധി വീടുകളിൽ ഇതിനോടകം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ശങ്കരയ്യ റോഡിലും വീടുകളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പ്രദേശവാസികൾ നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, എപ്പോഴാണ് വെള്ളം കയറി തുടങ്ങിയത്? എപ്പോഴാണ്? ഇപ്പോൾ തന്നെ കുറച്ച് നേരമായിട്ട് വെള്ളം കയറി തുടങ്ങിയിട്ടുള്ളൂ. രാവിലെ പെയ്ത ശക്തമായ മഴയായിരുന്നു. മഴ കാരണമാണ് വെള്ളം കയറുന്നത്. ഇപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് വെള്ളപ്പൊക്കം ഉള്ളതാണ്. ഇപ്പോഴും അങ്ങനെ അതിനൊരു പോകാൻ വഴി ആയിട്ടില്ല. എപ്പോഴും ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിയാക്കാന്ന് പറയുന്നതല്ലാണ്ട് ഇതിൻ്റെയുള്ള നടപടികളൊന്നും അവർ എടുക്കണില്ല. മെയിനായിട്ടുള്ള പ്രശ്നം അവർ വരാൻ ചെയ്യാൻ എല്ലാ കൊല്ലം ഇത് തന്നെയാണ് ഇവരുടെ അവസ്ഥ. നമ്മുടെ അവസ്ഥ ഇത് തന്നെയാണ്. വെള്ളം കയറലും പിന്നെ അതേപോലെ നമ്മുടെ സാധനങ്ങൾ നഷ്ടപ്പെടലും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ വീട്ടിലുള്ള ഇപ്പം എല്ലാ കൊല്ലം മഴ കയറുന്നത് നമ്മുടെ വീട്ടിൽ സാധനം ഇല്ല. അതാണ് മെയിൻ പ്രശ്നം. കാരണം എല്ലാ കൊല്ലം കയറുന്നു, നമ്മൾ വീണ്ടും മേടിക്കുന്നു, വീണ്ടും സാധനങ്ങൾ നശിക്കുന്നു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിന് ഒരു സ്ഥിരമായിട്ടുള്ളൊരു പോകുമ്പോഴേ അവർ ശരിയാക്കണില്ല മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അവരെന്തിനാ എന്തോ അറിയില്ല അവരെന്താ ചെയ്യണേ നമുക്ക് മനസ്സിലാവണില്ല. ഇവർ എപ്പോൾ ഇതെല്ലാം ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന സംഭവം തന്നെയാണ് ഇവരുടെ. നമ്മളിപ്പോൾ എത്ര കുടുംബങ്ങളാണെന്ന് പറയും വെള്ളത്തിൻ്റെ ഇതിൽ ബുദ്ധിമുട്ടണേ. എല്ലാവർക്കും അറിയാം. നമുക്ക് കഴിഞ്ഞ കൊല്ലം തന്നെ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ ആയിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും അവർ ഇവിടെ ഇപ്പോൾ എത്ര വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടാവും ഏകദേശം? ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും വെള്ളം കയറി കഴിഞ്ഞു. അവരുടെ എല്ലാ വീട്ടിലും വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ കടകളിൽ കയറി കടകൾ ഇതിനുള്ളിൽ ഇതൊക്കെ കടകളും കാര്യങ്ങളൊക്കെയാണ്. ഇത് മൊത്തം വെള്ളം കയറി ഉണ്ടാവും. അവർക്കും ഇലക്ട്രിക് കടകളാണ് ഇതൊക്കെ ഇതായിട്ടുണ്ടാവും. നമ്മൾ നിന്ന പ്രദേശം എന്ന് പറയുന്നത് ഇലക്ട്രിക് കടകളൊക്കെ ഉള്ള മേഖലയാണ്. അതോടൊപ്പം തന്നെ ആ ദൃശ്യത്തിൽ കാണാം ആ ഒഴുകി വന്ന ബാരിക്കേഡ് നാട്ടുകാരൻ പ്രദേശവാസിയായിട്ടുള്ള ഒരാൾ അവിടെ കയർ ഉപയോഗിച്ച് കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതാണ് ആ ദൃശ്യത്തിൽ കാണുന്നത്. നമുക്ക് ഈ വീടുകളിലേക്ക് കൂടി എത്രത്തോളം വെള്ളമാണ് ഇവിടെ കയറിയിരിക്കുന്നത് നോക്കാം. ഈ ഭാഗത്ത് ഒരു ഓടയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ശ്രദ്ധിച്ചു പോകേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം ഈ വീടുകളിലേക്കൊക്കെ വെള്ളം കയറി തുടങ്ങിയിരിക്കുകയാണ്. ഈ വീടുകളിലേക്കൊക്കെ വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു. ഇതുപോലെ നിരവധി വീടുകളിൽ ഇതിനോടകം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഇവരൊക്കെ ഒരു താൽക്കാലികമായി ഈ വീടിന്റെ ഇറയനാണ്. ചേച്ചി, വെള്ളം കയറിയില്ലേ? വീടിനകത്തേക്ക് കയറി അല്ലേ? ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ, ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് താൽക്കാലികമായി ഈ ഡോറിന് മുന്നിൽ വെച്ച ഒരു തടയണ പോലത്തെ സംവിധാനമാണ്. ഈ വീടിനകത്തൊക്കെ ആകെ വെള്ളം കയറിയിരിക്കുന്നു. വീടിനകത്തെല്ലാം വെള്ളം കയറി. എപ്പോഴാണ് ചേച്ചി കയറി തുടങ്ങിയ? ഒരു 7:30 മഴ പെയ്ത് കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷം. 7 മണിക്കാണ് മഴ തുടങ്ങിയത്. അതെ. ഒരു മണിക്കൂർ കൊണ്ട് വെള്ളം കയറി. 1 മണിക്കൂർ കഴിഞ്ഞ ഉടനെ തന്നെ വെള്ളം കയറി. എപ്പോഴും വെള്ളം കയറുന്നോണ്ടാണ് ഈ സംവിധാനമൊക്കെ വെച്ചത്? അതെ. ഇത് എപ്പോഴും മഴക്കാലത്ത് എപ്പോഴും വെള്ളപ്പൊക്കം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ വയ്യാത്തവരൊക്കെയാണ് ഇവിടെ എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് വയസ്സായ അമ്മയൊക്കെ ഉണ്ട്. അമ്മ ഇവിടെ ഇവരെ സംബന്ധിച്ച് ഈ മഴക്കാലമായാൽ വെള്ളം കയറുന്ന സ്ഥലമാണ്. ഒരു അമ്മ വെള്ളക്കെട്ടിൽ ഇരിക്കുന്ന കാണാം. പ്രായമായ അമ്മയാണ്. ആ അമ്മ താഴെ വെള്ളമുണ്ട്. ആ വീടിനകത്ത് കയറി വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് ആ പ്രായമായ വയ്യാത്തതാണല്ലേ? നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. നടക്കാൻ മുട്ടുവേദനയൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ. ഈ ചളിവെള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഡ്രൈനേജ് ഒക്കെ അടങ്ങിയ വെള്ളമല്ലേ. ഇപ്പം നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അതെ. ഇത് എല്ലാ മഴക്കാലത്തും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഡ്രസ്സും ഇതൊന്നും അലമാരയിലടക്കം വെക്കാൻ പറ്റില്ല. അലമാരത്തെ ഡ്രസ്സുകളൊക്കെ എടുത്ത് മാറ്റി ഞങ്ങൾ വെക്കല.
അതാണ് ഇവർ പറയുന്നത്. ഒരു മഴക്കാലമായി കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും, അതായത് ഈ അശ്വിനി ആശുപത്രിയുടെ പ്രദേശം എന്ന് പറയുന്നത് എപ്പോഴും വെള്ളം കയറുന്ന ഒരു മേഖലയാണ്. അവിടെ ഇക്കുറിയും മഴ പെയ്തപ്പോൾ എല്ലാ തവണയും ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു പരിഹാരം ഉണ്ടായില്ല. ഇത്തവണയും വീടുകൾ തീർത്തും വെള്ളത്തിലായിരിക്കുകയാണ്. ഓക്കെ, സുരേഷജിയാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂർ പല വീടുകളിലും വെള്ളം കയറി. അശ്വിനി ഹോസ്പിറ്റലിന്റെ തൊട്ട് പിൻഭാഗത്താണിത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.